السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وآل كل الصحابة أجمعين أما بعد. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മങ്കൂസ് മൗലിദിൻ്റെ ഒന്നാമത്തെ ബൈത്തിലെ അവസാനത്തെ രണ്ട് വരികളാണ് ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശഫാഅത്ത് ലഭിക്കാനുള്ള ഒരു അപേക്ഷയാണ് അടുത്ത വരിയിലൂടെ മഹാനരായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുന്നത്. അശ്ശഫാഅത ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഹ്ലനാ ഇൻ ضاع യാ സയ്യിദി ഖൈറൻ നബി. അശ്ശഫാഅത, നബിയെ അങ്ങയുടെ ഷഫാഅത്തിനെ, ശിപാർശയെ, ഹബലന ഞങ്ങൾക്ക് ഓശാരമായി വെറുതെ നൽകണം, ഫിൽ ഖിയാമത്തി നാളെ ഖിയാമത്ത് നാളിൽ, മുശ്ഫിഖൻ അങ്ങ് ഞങ്ങളോട് വളരെയധികം താല്പര്യപ്പെട്ടുകൊണ്ട് വാത്സല്യം കാണിച്ചുകൊണ്ട് അങ്ങയുടെ ഷഫാഅത്ത് ഞങ്ങൾക്ക് നൽകണം. വാഹ്ലന ഇൻ ضاع, അതെങ്ങാനും നഷ്ടപ്പെട്ടാൽ വല്ലാത്തൊരു പരാജയം തന്നെയാണ്. യാ സയ്യിദി ഖൈറൻ നബി, ഓ നബിമാരിൽ ഉത്തമരായ ഞങ്ങളുടെ നേതാവായ നബി തങ്ങളെ. ഇവിടെ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഹബലന എന്ന ഒരു വാചകമാണ് കൊടുത്തത്. ആഴ്ത്തുനി എന്ന് കൊടുത്തിട്ടില്ല. ആഴ്ത്തുനി എന്ന് പറഞ്ഞാൽ നൽകൂ എന്നർത്ഥമാണ്. പക്ഷേ ഹബലന എന്ന് പറഞ്ഞാൽ വെറുതെ നൽകൂ എന്നാണ്. ഈ ഒരു വരിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശുപാർശ ലഭിക്കാനുള്ള ഒന്നും നമ്മുടെ കരങ്ങളിലില്ല, ഒന്നും നമ്മുടെ കൈവശങ്ങളിലില്ല. അതുകൊണ്ട് ഞങ്ങൾ കോശാരമായി തന്നെ വെറുതെയായി തന്നെ നൽകണം എന്നാണ് അപേക്ഷിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം, ലികുല്ലി നബിയിൻ ദഅവത്തുൻ മുസ്തജാബ. എല്ലാ നബിമാർക്കും ഒരു പ്രാർത്ഥന അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ആ പ്രാർത്ഥനയുടെ പ്രത്യേകം എന്താണ്? മുസ്തജാബ. ആ പ്രാർത്ഥന എന്തു തന്നെ പ്രാർത്ഥിച്ചാലും അള്ളാഹു സ്പോട്ടിൽ ഉത്തരം കൊടുക്കും. അതിനർത്ഥം മറ്റു ദുആകൾക്കൊന്നും ഉത്തരം കിട്ടൂല എന്നല്ല. ഇതൊരു പ്രത്യേകമായി അള്ളാഹു ഓരോ നബിമാർക്കും കൊടുത്തതാണ്. എന്നിട്ട് നബി തങ്ങൾ പറയാണ്, ഫതഅജ്ജല കുല്ലു നബിയിൻ ദഅവതഹു. എല്ലാ നബിമാരും അവരുടെ പ്രാർത്ഥന ദുനിയാവിൽ നിന്ന് തന്നെ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. എന്നാൽ നബി തങ്ങൾ പറയുന്നു, ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ദഅവത്തി, എൻ്റെ പ്രാർത്ഥനയെ. എന്തിനു വേണ്ടി? ശഫാഅത്തൻ ലി ഉമ്മത്തി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ എൻ്റെ ഉമ്മത്തിന് ശിഫാർശയായി, ഷഫാഅത്തായിട്ട് ഞാനത് പിന്തിച്ചു വെച്ചതാണ് എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ മുത്തുനബി ഉമ്മത്തിന് വേണ്ടി അത് സമ്മാനമായിട്ട്, ഉമ്മത്തിൻ്റെ ഒരു സഹായമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് പിന്തിച്ചു വെച്ചതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുപാട് ശഫാഅത്തുകളുണ്ട്, ഒന്നോ രണ്ടോ ഒന്നുമല്ല. അതിൽ വളരെ പ്രധാനമാണ് മഖാമ മഹ്മൂദ്, അശഫാഅത്തുൽ ഉദ്മ, അൻത മുൻജീനാ ഗദാ മിൻ ശഫാഅത്തിക സഫ എന്ന വരി പറഞ്ഞപ്പോൾ ഹ്രസ്വമായി നമ്മളത് പ്രതിപാദിച്ചിട്ടുണ്ട്. ഏതാണത്? പരലോകത്ത് ജനങ്ങളെല്ലാം മഹ്ശറിൽ വിയർത്തു കുളിച്ച് നിൽക്കുന്ന സമയത്ത്, അവിടുത്തെ കാഠിന്യമുള്ള ചൂടേറ്റുകൊണ്ട് ഒന്ന് രക്ഷ കിട്ടിയിരുന്നുവെങ്കിലെന്ന് പ്രത്യാശിക്കുന്ന സമയത്ത് ആദ്യമായി അവർ കടന്നു ചെല്ലുന്നത് അബൂന അബുൽ ബശർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സവിധത്തിലേക്കാണ്. അത് കഴിഞ്ഞ് നൂഹ് നബിയുടെ അടുക്കലേക്ക്, ഇബ്രാഹിം നബിയുടെ, മൂസാ നബിയുടെ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവരുടെ അടുക്കലേക്കെല്ലാം പോയി അവസാനം ഈസാ നബി അലൈഹി സ്വലാം പറയുന്നു, ഇഅ്തു മുഹമ്മദ, നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെല്ലൂ. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിന് വേണ്ടി ശുപാർശ ചെയ്യുകയാണ്. അവിടുന്ന് സുജൂദിൽ വീണു. ആ സമയത്ത് അല്ലാഹ് പറയുന്നു, ഇർഫ റഅസക്, ഇത് സുജൂദിൻ്റെ അവസരമല്ല, നിങ്ങൾ തല ഉയർത്തു, സൽ തുഅതഹു, ചോദിച്ചോളൂ നൽകാം എന്ന് പറഞ്ഞ് ഒരു ശഫാഅത്തുണ്ട്. അങ്ങനെ വേറെയും ശഫാഅത്തുണ്ട്. പരിശുദ്ധ ഖുർആനിൽ തന്നെ കാണാം, ഒരു വിഭാഗം ആളുകളെക്കുറിച്ച് പറയുന്നുണ്ട്, അന്ന ഖൗമൻ യഖൂമൂന മിൻ ഖുബൂരിഹിം ഇലാ ഖുസൂരിഹിം യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബ്. ഖബറിൽ നിന്ന് നേരെ സ്വർഗീയ കൊട്ടാരത്തിലേക്ക് പോകുന്ന ആളുകൾ, യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗത്തിലേക്ക് കടക്കുന്നു. എങ്ങനെയാണ് കടക്കുന്നത്? ബിഗൈരി ഹിസാബ്, വിചാരണ കൂടാതെയാണ് ഈ വിഭാഗം ആളുകൾ കടക്കുന്നത്. അവർക്ക് വേണ്ടിയും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശുപാർശ ചെയ്യുന്നുണ്ട്. ഇനിയോ നബി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ശുപാർശ ചെയ്യുമെന്ന്. ബഹുമാനപ്പെട്ട
ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ ഖിദ്മ ചെയ്തിരുന്ന ഒരു അടിമ പെൺകുട്ടി ഉണ്ടായിരുന്നു. ബർറ എന്നായിരുന്നു ആ കുട്ടിയുടെ പേര്. ഒരു ദിവസം ഈ പെൺകുട്ടി ഒരു വഴിയിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ വഴിയരികിൽ വെച്ചിട്ട് ഒരു മുനാഫിക്കായ, ഒരു കപടവിശ്വാസിയായ ഒരു മനുഷ്യൻ ഈ ബർറയെ കാണുകയാണ്. ബർറ അന്ന് തലയിൽ നിന്ന് തലമുടി അല്പം വെളിവായിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ ആ കുട്ടിയെ പരിഹസിച്ചുകൊണ്ട് ഈ മുനാഫിക്കായ മനുഷ്യൻ അവിടുന്ന് പറയാണ്, യാ ബർറ ഗത്തീഷു ഐഫാതികി, നിന്റെ തലമുടി വെളിവായത് നീ ഒന്ന് മറച്ചു നോക്ക്. ഫഇന്ന മുഹമ്മദൻ ലയുഗ്നി അൻകി മിനല്ലാഹി ശൈആ, നിന്റെ മുഹമ്മദ് ഉണ്ടല്ലോ, ആ മുഹമ്മദ് അള്ളാഹുവിൻ്റെ സമക്ഷത്തിൽ നിന്ന് നിനക്ക് ഒരു ഉപകാരവും ഒരു ചുക്കും ചെയ്യാൻ കഴിയൂല എന്ന് ഒരു പരിഹാസ രൂപത്തിൽ പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടിക്ക് വല്ലാത്ത വിഷമമായി. നേരെ ഈ പെൺകുട്ടി വിഷമത്തോടുകൂടെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സവിധത്തിലേക്ക് പോയിട്ട് വിവരം പറഞ്ഞു. ഉടനെ തന്നെ നബി തങ്ങൾ അവിടെ നിന്ന് അവിടുത്തെ മേൽമുണ്ടിങ്ങനെ വലിച്ചയച്ചുകൊണ്ട് പെട്ടെന്ന് കടന്നു വരികയാണ്. മുഖമാകെ ചുവന്നു തുടുത്തിട്ടുണ്ട്. നബി തങ്ങളുടെ മുഖത്ത് വല്ലാത്ത വിഷമമുണ്ട്, സങ്കടമുണ്ട്. സ്വഹാബത്ത് നബി തങ്ങളെ കണ്ടപ്പോൾ വല്ലാത്ത ബേജാറായിപ്പോയി. വല്ല യുദ്ധത്തിൻ്റെ കൽപ്പനയും വന്നിട്ടുണ്ടോ? അവരൊക്കെ പറഞ്ഞു, മുർനാ ബിമാ ശിഅ്ത യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ ഹബീബെ നിങ്ങളൊന്ത് ഉദ്ദേശിച്ചാലും ഞങ്ങളോട് പറഞ്ഞോളൂ, ഞങ്ങളോട് കൽപ്പിച്ചോളൂ, ഞങ്ങൾ അനുസരിക്കാം. ആ സമയത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫസഇദൽ മിംബറ ഫഹമിദല്ലാഹ്, മിംബറിൽ കയറിയിട്ട് അള്ളാഹുവിനെ സ്തുതിച്ചിട്ട് സ്വഹാബത്തിനെ സാക്ഷിയാക്കിയിട്ട് ഒരൊറ്റ ചോദ്യമുണ്ട്. എന്താണ് ചോദ്യം? മൻ അന, ഞാൻ ആരാണ്? ഉടനെ തന്നെ സ്വഹാബത്ത് പറയാണ്, ഫഖുൽന, ഞങ്ങളൊക്കെ പറഞ്ഞു, അൻത റസൂലുള്ളാഹ്, നബിയെ നിങ്ങൾ അള്ളാഹിൻ്റെ റസൂലല്ലേ, അള്ളാഹിൻ്റെ പ്രവാചകരാണല്ലോ. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, നഅം, അതെ, വലാകിൻ മൻ അന, ഞാൻ ആരാണ്? വീണ്ടും നബി തങ്ങൾ ഈ ചോദ്യം ആവർത്തിക്കുമ്പോൾ അവർ പറയുന്നു, അൻത മുഹമ്മദ് ബിനു അബ്ദുല്ലാഹി, അബ്ദുള്ളയുടെ മകനാകുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മറുപടി പറഞ്ഞപ്പോൾ നബി തങ്ങൾ അവിടെ നിന്ന് വീണ്ടും പറയാണ്, എന്നാൽ കേട്ടോളൂ, ഞാൻ ആരാണെന്നറിയോ? അന സയ്യിദു വുൽദി ആദം, ഞാൻ മനുഷ്യകുലത്തിൻ്റെ നേതാവാണ്. വലാ ഫഖ്റ, അത് ഞാനൊരു പെരുമ്പറ പറയുകയല്ല, ഞാനൊരു അഹങ്കാരത്തിൻ്റെ വാക്ക് പറയുകയല്ല. അള്ളാഹ് എനിക്ക് തന്ന വലിയ അനുഗ്രഹമാണത്, നിഅമത്താണത്. വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണല്ലോ, അള്ളാഹിൻ്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ എടുത്തു പറയണമെന്ന് ഖുർആൻ പറഞ്ഞതാണ്. ആ അനുഗ്രഹം എന്ന നിലക്ക് ഞാൻ പറയുകയാണ്, അല്ലാതെ ഞാനൊരു ഫഖ്ർ പറയുകയില്ല. ആദ്യമായി ഖബറിൽ നിന്ന് പരലോകത്തേക്ക് വരുന്നത് ഞാനാണ്, ആദ്യമായിട്ട് സ്വർഗത്തിലേക്ക് കടക്കുന്നതും ഞാനാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് അതിൻ്റെ അവസാനം പറയുന്നു, അവ്വലു ശാഫിഇൻ വ മുശഫഇൻ, ഞാനാണ് ആദ്യമായി ശുപാർശ ചെയ്യുന്നത്, ആ ശുപാർശ സ്വീകരിക്കപ്പെടുന്നതിൽ ആദ്യത്തെ ആളും ഞാനാണ്. എന്നിട്ട് പറയുന്നു, ഇന്ന റഹിമീ ലാ തൻഫഉ ലൈസ കമാ സഅമൂ, മുനാഫിഖീങ്ങൾ വാദിച്ചതുപോലെ എൻ്റെ കരുണ ഉപകരിക്കൂല എന്നാണല്ലോ അവർ വാദിക്കുന്നത്. എന്നാൽ ഒരിക്കലും അങ്ങനെയല്ല. ഞാൻ അശ്ഫഉ, ഞാൻ പാവപ്പെട്ടവർക്ക് വേണ്ടി ശുപാർശ ചെയ്യുക തന്നെ ചെയ്യും. അവർക്ക് ശുപാർശ ചെയ്യുന്നല്ല, ഞാനൊരാൾക്ക് ശുപാർശ ചെയ്താൽ അവർ ഇഷ്ടപ്പെട്ടവരെ ശുപാർശ ചെയ്യാനുള്ള അധികാരത്തിലേക്ക് പോലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശുപാർശ എത്തുമെന്നാണ്. ഈ രൂപത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശുപാർശ ചെയ്യും. ഇത് ഉൾക്കൊണ്ടിട്ടായിരിക്കണം നമ്മൾ ഈ ബൈത്ത് ചൊല്ലേണ്ടത്. ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വാഹ്ലനാ ഇൻദാഅയ സയ്യിദി ഖൈറൻ നബി. ഇനി മങ്കൂസ് മൗലിദിൻ്റെ ആ ബൈത്തിൻ്റെ അവസാനത്തെ വരി നബി തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലിയിട്ട് ആ ബൈത്ത് പൂർത്തിയാവുകയാണ്. സ്വലാത്തു അലൻ നബി, അള്ളാഹുവിൻ്റെ സ്വലാത്ത് മുത്തായ തങ്ങളുടെ മേലുണ്ടാവട്ടെ. കുല്ല വഖത്തിൻ, എല്ലാ സമയത്തും, ദായിമൻ, നിത്യമായി. ലാ ഹനജുമുൻ ഫിസ്സമാ, ആകാശലോകത്ത് നക്ഷത്രങ്ങൾ വെട്ടിത്തിളങ്ങുന്ന കാലമത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ അവിടുത്തെ മേൽ അള്ളാഹുവിൻ്റെ സലാത്തുണ്ടാവട്ടെ, അവിടുത്തെ റഹ്മത്തുണ്ടാവട്ടെ. യാ സയ്യിദി ഖൈറൻ നബി, നബിമാരിൽ ഉത്തമരായ എൻ്റെ നേതാവേ. ഇതോടുകൂടെ ഈ ബൈത്ത് പൂർത്തിയാവുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അടുത്ത രണ്ടാമത്തെ ഹിക്കായത്ത് നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് കൊണ്ട് വിജയിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.